കസാഖിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിഷൻ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001 900156 800800 820. ചേച്ചി സത്യം പറയല്ല, പെട്ടുപോയതാണ്. പെടല? എന്ത് പെടല്? ഇത് ഞാൻ പറഞ്ഞ പ്രതീക്ഷത ആരുടെ കയ്യിൽ നിന്നായിരുന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളായിരുന്നു. ഇതേ നിനക്കുള്ളതല്ല, ഇത് അവക്കുള്ളതാ. എന്തിന്? അമ്മായിയേ നിന്റെ വിവരം ഉണ്ടോന്ന് ചോദിച്ച് 2 തവണയാണ് മെർലിനെ വിളിച്ചത്. അപ്പൊ അവക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. എടാ, നിങ്ങളുടെ എല്ലാ കാര്യം അറിയാവുന്നവരല്ലേ ഞങ്ങള്. അവക്ക് ഞങ്ങളുടെ അടുത്തെങ്കിലും പറയായിരുന്നല്ല, എന്റെ അടുത്ത് പറയായിരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തെങ്കിലും പറയായിരുന്നല്ല. ചേച്ചി അവള് പാവം പേടിച്ചിട്ടായിരിക്കും, അവളൊന്നും പറയല്ലേ. ഇത് നോക്കിട്ടുള്ളയാ? അല്ല, ഇത് നിനക്കിട്ടുള്ളതാ. ചേച്ചി പറ്റിപ്പോയതാണ്, ക്ഷമി പ്ലീസ്. സാരല്ല, പോട്ടെ. നീ അറിഞ്ഞിട്ടുള്ളവരൊക്കെ എന്തോരം തീയെന്നൊന്നും അറിയുന്നല്ലേ. നീ കുരിപ്പുണ്ടല്ലോ, ഉറങ്ങിയിട്ട് പോലുമില്ല. ആരോടും പറയല്ലേ. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അവളെ ഒന്ന് കയ്യിൽ കിട്ടട്ടെ. പൂച്ചേ, നീ കൊള്ളാല്ല ആള്. നീ വെട്ടി മുറിയടാ, കിണ്ണം തന്നെ. യോ പാവം കോഴിയുടെ മുട്ട ദോ പോണു. ചേട്ടാ, ഓ ചേട്ടൻ പറഞ്ഞോലേ ഞാൻ 1 മണിക്കൂർ പഠിച്ച്. നമ്മുടെ മക്കളൊരു കാര്യം ചെയ്യ്. എത്ര മണിക്കൂർ പഠിച്ചു? 1 മണിക്കൂർ. ഇത്ര കിട്ടുന്നോ? ഇത്ര ഓടുന്നോ? 1 മണിക്കൂർ കൊണ്ട് ഞാൻ 1 മണിക്കൂർ പഠിച്ചു. 1 മണിക്കൂർ കൊണ്ട് നീ 1 മണിക്കൂർ പഠിച്ചു അല്ലേടി? ചേട്ടാ, 1 മണിക്കൂറേ 1 മണിക്കൂർ തന്നെയാ. ശരി ശരി, 1 മണിക്കൂർ തന്നെ. എന്നാ മക്കളെ, എന്നിട്ടേ ഇപ്പൊ പഠിച്ചില്ലേ 1 മണിക്കൂർ, അതേപോലെ 1 മണിക്കൂറോടെ പഠിച്ചിട്ട് വാ. ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ തീരും പരിപാടി. ചെല്ലേട്ടാ. 1 മണിക്കൂർ എങ്ങനെയാ ചേട്ടാ 1/2 മണിക്കൂർ തീരുന്നേ? അങ്ങനൊക്കെ തീരും. ഇപ്പൊ തീർന്നല്ലോ, അതേപോലെ തന്നെ. 1/2 മണിക്കൂർ പോലും ആയാലും 20-25 മിനിറ്റ് ആയല്ലോ. പോടി ഓടി ഓട് പോയി പടി, പോയി പടിയടി പോടി. എന്റെ സീറ്റും നിന്റെ മുളവർത്താനും കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്തോന്ന്? അതെ, നിന്നെ പോലെ തന്നെ ഞാനും ഇവിടെ പലതും കേട്ടും സഹിച്ചൊക്കെ തന്നെയാണ് നിൽക്കണത്. എന്റെ ഒന്ന് വെച്ചിട്ട് പോടോ, വെറുതെ കിടന്ന് വള 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 എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കേ. ഇയാൾ നിന്നെ വിളിക്കണ്ട, വിളിക്കണ്ട. പിന്നെ തന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുവാണല്ലോ. മര്യാദക്ക് നിർത്തിക്കോ. നിന്റെ ഈ വൃത്തികെട്ട സംസാരമാണ് എനിക്ക് പിടിക്കാത്തത്. മതി, നിർത്തിക്കോ. എന്തോടാ പ്രശ്നം? എന്തോ പ്രശ്നം? പ്രശ്നം രാവിലെ തുടങ്ങിയതാ. ഫോൺ വിളിയോട് ഫോൺ വിളി. രാവിലെ തുടങ്ങിയൊന്നുമല്ല, ഇന്നലെ രാത്രി തുടങ്ങിയതാണ് പ്രശ്നം. സംഭവം 2-3 മാസമായിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോ പുതിയതായിട്ട് എടുത്തങ്ങ് വെച്ചു കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ആ ദേഷ്യം മൊത്തം നമ്മളെ വെള്ളോട്ട് തീർക്കും. ഒന്ന് അങ്ങോട്ട് പറയാൻ പോണ്ട. അങ്ങോട്ടൊന്നും പറയാൻ പോയില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് കയറിക്കോളും. അതെ, അവള് പറയുന്നതിലും കാര്യമുണ്ട്. സിദ്ധു കുറച്ച് ഓവറാണ്. അവൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്ത് അവൻ ഇങ്ങോട്ടൊന്ന് വന്നുകൂടായോ? എന്റെ പൊന്നമ്മ, അളിയൻ പറഞ്ഞ എപ്പോഴാന്ന് വെച്ചാൽ വരട്ട്. വായമിച്ചിട്ട് മിണ്ടായിരിക്കണോട്ടോ. ഇതെല്ലാം കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ അറിയാല്ലേ, നമ്മളെ ഏറെ നിർത്തും. അയ്യോ, അറിയാവേ. കാര്യം എനിക്ക് രാവിലെ പിടികിട്ടി.
ഞാൻ മുഖത്ത് പോലും നോക്കിയില്ല. എനിക്കൊന്നും മനസ്സിലായില്ലടാ. രാവിലെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. സംഭവം രാവിലെ എന്താ മക്കളെ?